നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഒരു സെയിൽസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ട് റീപ്ലൈ കിട്ടുന്നത്. ഈ ഒരു പ്രോബ്ലമാണ് മെജോറിറ്റി ബിഗിനേഴ്സും മാർക്കറ്റേഴ്സ് ആൻഡ് സെയിൽസ് ടീം ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ. നിങ്ങളുടെ സെയിൽസ് മെസ്സേജ് കോൺവെർസേഷൻ, ഫോർ എക്സാമ്പിൾ വാട്സപ്പിലൊക്കെ അയക്കുന്ന മെസ്സേജസ് നല്ല രീതിയിൽ അവിടെ എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് മെസ്സേജ് അയക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടാണ്. ബിഫോർ വി സ്റ്റാർട്ട്, ഐ എം ഫാസിൽ ഉമർ. ലാസ്റ്റ് 10 years ആയിട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. ഐ എം എ സീനിയർ മെൻറ്റർ ഓഫ് DEXTA Academy. നമുക്കൊരു വാട്സപ്പിൽ ഒരു എക്സാമ്പിൾ മെസ്സേജ് വെച്ച് നമുക്ക് തുടങ്ങാം. കസ്റ്റമർക്ക് ഒരു മെസ്സേജ് വരികയാണ്. സാർ, എൻ്റെ പേര് രമേശ്, ഞാൻ XYZ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ നിന്നാണ്. സാറിന് ഞങ്ങളുടെ ഈ ABC എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ. സഡൻലി കസ്റ്റമർ എന്താ ചിന്തിക്കുക? വൈ ദിസ്, വൈ മീ, എന്താണ് ഇത് എന്നുള്ളൊരു സംഭവമായിരിക്കും. ഈവൺ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണെങ്കിൽ പോലും എന്തിനെനിക്ക് ഇയാൾ ഇത് അയച്ചു എന്നുള്ള രീതിയിലും ഇതിന് നെഗറ്റീവായിട്ടും ചിന്തിക്കാനുള്ള സാധ്യത ഭയങ്കര നല്ല രീതിയിൽ കൂടുതലാണ്. ആക്ച്വലി ഇതിന് പേഴ്സണൽ കണക്ഷൻ ഇല്ല, പിന്നെ അയാൾക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു റീസണും ഇതിൽ ഇല്ല. നിങ്ങൾക്ക് കസ്റ്റമറെ ഇമ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു സെയിൽസ് മെസ്സേജ് ക്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രെയിം വർക്ക് ഫോളോ ചെയ്യുക. 3 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനീഷ്യലി വെൽക്കം, നമ്മൾ ആരാ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏത് കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളതുമാണ് ഇനീഷ്യലി വരേണ്ടത്. സെക്കൻഡ് തിങ്, റിലേറ്റബിൾ ഇൻഫോ ഷെയറിങ്. ഒരു കോൺഗ്രേഷൻ സപ്പോർട്ടിങ് പ്രൊഡക്റ്റാണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, സാർ, നിങ്ങളെപ്പോലെ കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ XYZ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. തേർഡായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഡിസ്കവറി എന്നാണ്. ഇതിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം, ഇത് റിലേറ്റഡ് ആയിട്ട് സാറിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഇപ്പോൾ കറൻ്റ്ലി ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. ആക്ച്വലി നമ്മളിവിടെ യൂസ് ചെയ്ത 3 കാര്യങ്ങൾ എങ്ങനെ ചോദിച്ചാൽ, ഐ എം രമേശ് ഫ്രം XYZ കമ്പനി. നിങ്ങളെപ്പോലെ വീഡിയോസ് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ഒരു പ്രൊഡക്റ്റ് നിലവിൽ യൂസ് ചെയ്യുന്നുണ്ട്. സാറിന് ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംഭവം. ഇതാണ് ആക്ച്വലി ഫുൾ ഓഫ് ആ ഒരു മെസ്സേജ്. ഈ ഒരു മെസ്സേജിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് ആ കസ്റ്റമറിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആ കസ്റ്റമറിന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കുകയാണ്. നമ്മൾ ഒറ്റ ഫോഴ്സിൽ ഈ പ്രൊഡക്റ്റ് ബൈ ചെയ്യിപ്പിക്കാനുള്ള ഒരു സംഭവം അവിടെ ബിൽഡ് ചെയ്യുന്നു. ഡിജിറ്റൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പെയ്ഡ് ആയിട്ടുള്ള കോഴ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ, യു ക്യാൻ ചെക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു കസ്റ്റമറെ എങ്ങനെ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ.